കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം. നീയൻ അരികിൽ വന്നു, ഉള്ളം തരളിതമായി, കാതിൽ തിരുമൊഴി കേട്ടു, നീയൻ പൈതലല്ലേ, ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം. മഹിയും മഹിതാശകളും എന്നെ പുൽകിടുമ്പോൾ എന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ. എൻഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം.
പ്രതീക്ഷ ഒരിക്കലും നമ്മെ നിരാശാഭരിതരാക്കുന്നില്ല. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾക്കെല്ലാം അറിയാം, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ മോശയുടെ നേതൃത്വത്തിൽ വാഗ്ദാന ദേശത്തേക്ക് നടത്തുവാനായി ദൈവം മോശയെ തിരഞ്ഞെടുത്തതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നമ്മുടെ കാറ്റക്കിസം ഡയറക്ടറായിട്ട് ഈശോ തിരഞ്ഞെടുത്തതാണ് ഫാദർ പോൾ മൊറേലിയച്ചൻ. ഫാദർ പോൾ മൊറേലിയച്ചനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം 2014 മുതൽ 2024 വരെ ബെൽഫാസ്റ്റിൽ നോർത്തേൺ അയർലൻഡിൽ സേവനമനുഷ്ഠിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ കാറ്റക്കിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായിട്ട് ചാർജ് എടുത്തത്. മോശയെ പോലെ വളരെ തീക്ഷ്ണതയുള്ള ഒരു വൈദികനാണ് നമ്മുടെ പോൾ മൊറേലിയച്ചൻ. അച്ഛൻ പല കൺവെൻഷനുകളും സോണൽ കൺവെൻഷനുകളും HMCൻ്റെ ഒക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്തതുകൊണ്ട് നമുക്ക് അച്ഛനെ കൂടുതൽ വ്യക്തിപരമായിട്ട് അറിയുവാനും അച്ഛൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും വളരെ കൃത്യതയോടും കൂടിയാണ് ഓരോ കാര്യങ്ങളെ സമീപിക്കുന്നത്. അച്ഛൻ മോശയെ പോലെ ഒരു അൺഡിനയബിൾ നിഷേധാത്മകമായ ഒരു നേതാവാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടെ പെരുമ്പാവൂർ സെൻറ്റ് മേരീസ് കാത്തലിക് പള്ളിയുടെ കാറ്റക്കിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്തുന്ന ആനുവലിസ്റ്ററിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വല്ലം ഫൊറോനയുടെ കാറ്റക്കിസം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനുമായ വികാരി അച്ഛനുമായ ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ അച്ഛനെയാണ്. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ അച്ഛൻ വളരെ അറിവുള്ള വ്യക്തിയാണ്. ഒരു വെർസറ്റൈൽ ജീനിയസാണ് അച്ഛൻ. ഒരു അതുല്യ പ്രതിഭയാണ്. അച്ഛൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം, അച്ഛൻ ബൈബിൾ വായിച്ചിട്ടൊരു ഷോർട്ട് മെസ്സേജ് തരും. അത് വളരെ ഡീപ്പായിട്ട് നല്ല ഡെപ്തുള്ള മെസ്സേജാണ്. അങ്ങനെ നമ്മളെ വചനത്തിലൂടെയും ആത്മീയതയിലൂടെയും നയിച്ചുകൊണ്ടിരിക്കുന്ന ഫാദർ സണ്ണി കളപ്പുരയ്ക്കലിനെ ഏറ്റവും സ്നേഹത്തോടു കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം പറയുന്നത് നമ്മുടെ കപ്പൂച്ചിൻ ആശ്രമത്തിലെ സുപ്പീരിയർ ഫാദർ വിൽസൺ അച്ഛനാണ്. അദ്ദേഹം എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹവും നമ്മുടെ പള്ളിയിലെ ഇൻഎവിറ്റബിൾ പാർട്ടാണ്. നമുക്ക് ഒഴിവാക്കാൻ ഒരിക്കലും സാധിക്കാത്ത ഒരച്ഛനാണ്. നമ്മുടെ പിള്ളേരെ കാറ്റക്കിസം കുർബാനകൾ വരുമ്പോഴെല്ലാം വളരെ നല്ല സന്ദേശങ്ങൾ നൽകുകയും ആഴമേറിയ ബോധ്യങ്ങൾ നൽകുകയും ചെയ്യുന്ന വിൽസൺ അച്ഛന് പെരുമ്പാവൂർ ഇടവകയിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം അരുളുന്നു. അടുത്തതായി ആശംസ അർപ്പിക്കുന്നത് നമ്മുടെ 3 കോൺവെൻറ്റിലെ CMC, FCC, റാണിമരിയ ഈ 3 കോൺവെൻറ്റിലെ അമ്മമാർക്കാണ്. 3 അമ്മമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ അമ്മമാർ സ്വന്തം മക്കളെ കരുതലോടും കരുണയോടും സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടെ തഴുകുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഓടിയെത്തി നമ്മളെ സഹായിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ IBC നടന്നു. ആ സമയത്ത് നമ്മുടെ CMC കോൺവെൻറ്റിലെ മദർ എല്ലാ കുഞ്ഞുങ്ങളുടെയും 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഉള്ള എല്ലാ മക്കളുടെയും ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മൾ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന 3 അമ്മമാർക്കും ഏറ്റവും സ്വാഗതം അരുളുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ വല്ലം ഫൊറോനയിലെ പില്ലേഴ്സായ കാറ്റക്കിസത്തിൻ്റെ മെയിൻ പില്ലേഴ്സായ 3 പ്രൊമോട്ടേഴ്സാണ്. 3 പ്രൊമോട്ടേഴ്സിനെയും ജോമിൻ സാർ, ഷാജു സാർ, ബിനീഷ് സാർ, ഇവർ 3ഉം നമ്മുടെ വല്ലം ഫൊറോനയിലെ എല്ലാ പള്ളികളിലും പോയി എന്താണ് കാറ്റക്കിസത്തിന് ഈശോ കൂടുതലായിട്ട് ആ ഇടവകയിൽ ആഗ്രഹിക്കുന്നതെന്ന് നോക്കി ആ കുറവുകൾ പരിഹരിക്കുവാൻ വേണ്ടി എല്ലായിടത്തും അവരുടെ സമയമെല്ലാം ത്യജിച്ച് ഓടി നടന്ന് സഭയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പ്രൊമോട്ടേഴ്സിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജോമിൻ സാർ പ്ലീസ്. അടുത്തതായി ഷാജു സാർ, അടുത്തതായി ബിനീഷ് സാർ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ട്രസ്റ്റീസാണ്. ആ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വളരെ വിശ്വാസപൂർവ്വം സഭയ്ക്കും ദേവാലയത്തിനും വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ട്രസ്റ്റീസാണ് നമുക്കുള്ളത്. പീറ്റർ പള്ളിപ്പേട്ടയും വർഗീസ് മേക്കാട്ടുളവും. പീറ്റർ ചേട്ടൻ വൈകുന്നേരം ഒരു പ്രോഗ്രാമിന് പോകുമെന്നത് അറിയിച്ചിരുന്നു. അദ്ദേഹം എത്തിയിട്ടില്ല. വർഗീസ് ചേട്ടൻ എത്തിയിട്ടുണ്ട്. വർഗീസ് ചേട്ടൻ എപ്പോൾ ചെന്നാലും വളരെ സുസ്മിതനായിട്ട് പുഞ്ചിരിയോടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുകയും എല്ലാത്തിനും ഇടപെടുകയും ചെയ്യുന്ന സ്നേഹം നിറഞ്ഞ വർഗീസ് ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ദേവാലയത്തിലെ യൂണിറ്റ് വൈസ് ചെയർമാൻ ശ്രീ സെഫി പള്ളിക്കലിനെയാണ്. സെഫി ചേട്ടനും വളരെ ആഴമേറിയ അറിവും ഏത് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാലും വ്യക്തമായ തീരുമാനങ്ങളുമുള്ള ചേട്ടനാണ്. സെഫി ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടു കൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം അർഹിക്കുന്നത് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളും സഹോദരങ്ങളും കുഞ്ഞുമക്കളുമാണ്. എല്ലാവരെയും നമ്മുടെ പ്രത്യാശോത്സവം 2K26 ഏറ്റവും സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്. 2025-26 വിശ്വാസ പരിശീലന വാർഷിക റിപ്പോർട്ട്. ഈശോയിലാണ് എൻ്റെ പ്രത്യാശ എന്ന ആപ്തവാക്യം സ്വീകരിച്ച് കുഞ്ഞുങ്ങളെ ഈശോയിൽ പ്രത്യാശ വയ്ക്കാനും
ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും ഈ അധ്യയന വർഷം ഇടവക തലത്തിൽ ഉദ്ഘാടനം ചെയ്തു. വിശ്വാസ പരിശീലന വർഷാരംഭത്തിൽ അധ്യാപകർ പ്രാർത്ഥനാ ദിനം നടത്തി. അധ്യയന വർഷത്തിൻ്റെ ആദ്യ ദിനത്തിൽ വികാരിയച്ചൻ വിശുദ്ധ ബലിയിൽ മതബോധന യൂണിറ്റിലെ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. ഈ വിശ്വാസ പരിശീലന യൂണിറ്റിലെ 264 വിദ്യാർത്ഥികൾക്ക് റവറൻഡ് ഫാദർ ഡോക്ടർ സണ്ണി കളപ്പുരയ്ക്കലും പ്രധാന അധ്യാപകൻ ജീൻ വിൻസും മറ്റ് 17 അധ്യാപകരും ചേർന്ന് നേതൃത്വം നൽകുന്നു. PCCയുടെ സഹകരണവും വിശ്വാസ പരിശീലനത്തിന് കരുത്തേകുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമായിട്ടുള്ള കുർബാന പുസ്തകത്തിലെ പ്രാർത്ഥനകൾ പരിശീലിക്കുകയും ഗാനപരിശീലനവും അധ്യാപകർ വചനവിചിന്തനവും വിശുദ്ധരെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ഏറ്റവും സജീവമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് ഈ പരിശീലനം കുട്ടികളെ സഹായിക്കുന്നു. ഗായിക സംഘത്തിൻ്റെ ഗാനങ്ങൾ വിശുദ്ധ ബലിയെ ജീവനുള്ള ആരാധന അനുഭവമാക്കി മാറ്റുന്നു. മതബോധന ഗാനത്തെ തുടർന്ന് പ്രതിജ്ഞ, വിശുദ്ധരെ പരിചയപ്പെടുത്തൽ, സഭാവാർത്തകൾ, ആക്ഷൻ സോങ്, നോട്ടീസ് ബോർഡ് തയ്യാറാക്കൽ എന്നിങ്ങനെ ഓരോ ആഴ്ചയിലും വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നടത്തുന്നു. വിശ്വാസ പരിശീലന രംഗത്തേക്ക് പുതിയതായി വന്ന വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തു. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 8 PM വരെ തങ്ങളുടെ മാതാപിതാക്കളോടൊത്ത് കുട്ടികൾ വേദപാഠം പഠിക്കുന്നു. ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനമായി ആചരിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഈ വർഷത്തെ സൺഡേ സ്കൂൾ ലീഡേഴ്സായി നോയൽ നെൽസൺ, സ്റ്റീന റൊസാരിയോ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. റവറൻഡ് ഫാദർ ജോപ്പിൾ കിരിയാന്തൻ മാതാപിതാക്കൾക്ക് സെമിനാർ നയിച്ചു. ഓഗസ്റ്റ് 3-ാം തീയതി കുമ്പസാര ദിനമായി ആചരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് കുമ്പസാരത്തിനുള്ള അവസരം നൽകുകയും ചെയ്തു. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനം ദൈവവിളി ദിനമായി ആചരിച്ചു. എല്ലാ അധ്യാപകരും തങ്ങൾ പഠിപ്പിക്കേണ്ട പാഠഭാഗങ്ങൾ ഒരുങ്ങി ടീച്ചിങ് നോട്ട്, ടീച്ചിങ് മെറ്റീരിയൽസ് എന്നിവ തയ്യാറാക്കുന്നു. ഇത് ഫലപ്രദമായി ക്ലാസ് നയിക്കാൻ അധ്യാപകരെ സഹായിക്കുന്നു. 2025-26 ലോഗോസ് ക്വിസിൽ 4-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും ഒപ്പം അധ്യാപകരും പങ്കെടുത്തു. സിംഫണി എന്ന പേരിൽ മനോഹരമായ ഒരു കയ്യെഴുത്തു മാസിക ഈ വർഷവും വിദ്യാർത്ഥികൾ തയ്യാറാക്കി. ഓരോ മാസത്തിൻ്റെയും ആദ്യ ഞായർ സ്റ്റാഫ് മീറ്റിംഗ് നടത്തുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ചൻ്റെയും ജീൻ സാറിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന മീറ്റിങ്ങിൽ യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. ഓഗസ്റ്റ് 17-ാം തീയതി ഗ്രാൻഡ് പാരൻസ് ഡേ ആഘോഷിച്ചു. ഇവർക്ക് സമ്മാനങ്ങളും സ്നേഹവിരുന്നും നൽകി ആദരിക്കുകയും ചെയ്തു. വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായി 11-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വോൾ മാഗസിൻ തയ്യാറാക്കി. വിശ്വാസ പരിശീലനം നൽകുന്നതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനവും നല്ല ബോധ്യങ്ങളും പ്രദാനം ചെയ്യുന്ന ലൈബ്രറി പുസ്തകങ്ങൾ നൽകുന്നു. 9-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അവരുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായി പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വിശുദ്ധ വസ്തുക്കളെ പരിചയപ്പെടുത്താൻ വിപുലമായ രീതിയിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചു. എല്ലാ ഞായറാഴ്ചകളും കുട്ടികൾ ക്ലാസ് അടിസ്ഥാനത്തിൽ സമാഹരിച്ച തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വിലയിരുത്തുവാനായി അതിരൂപത നിശ്ചയിക്കുന്ന സെമസ്റ്റർ പരീക്ഷകൾക്ക് പുറമെ ക്ലാസ് ടെസ്റ്റ് നടത്തുന്നു. വിശ്വാസ രൂപീകരണത്തോടൊപ്പം ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ ഭാഗമായി ക്രിസ്തുമസിനോടനുബന്ധിച്ച് പുണ്യരാവ് എന്ന വീഡിയോ സോങ് ഷൂട്ടിംഗ് നടത്തി. 7-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന അമൽ രജിയുടെ വേർപാടിൽ അധ്യാപകരും വിദ്യാർത്ഥികളും അനുശോചനം അറിയിക്കുകയും അന്നേ ദിനം പ്രാർത്ഥനാ ദിനമായി ആചരിക്കുകയും ചെയ്തു. യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനായി ഫൊറോനയിൽ നിന്നും പ്രൊമോട്ടേഴ്സ് യൂണിറ്റ് സന്ദർശിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുകയും ചെയ്തു. 12-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബത്തെ ദത്തു കുടുംബമായി സ്വീകരിച്ചു. 11-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള ഔട്ട്റീച്ച് പ്രോഗ്രാമിലും എല്ലാ കുട്ടികളും സംബന്ധിച്ചു. ആയത്തുപടി പെരുമ്പാവൂർ ഇടവകയിൽ വെച്ച് നടന്ന എലൈവ് എൻലൈറ്റ് പ്രോഗ്രാമിലും എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുത്തു. അതിരൂപതയിൽ നടന്ന പ്രതിഭാ സംഗമത്തിൽ 12-ാം ക്ലാസ്സിലെ വടാതുരത്തിൽ സോണി സ്റ്റീവനെ തിരഞ്ഞെടുത്തു. തിരുസഭാ മാതാവ്
തിരുനാൾ ദിനങ്ങളായി അനുസ്മരിക്കുന്ന എല്ലാ വിശിഷ്ട ദിനങ്ങളും ഞായറാഴ്ചകളിൽ ആഘോഷിക്കുന്നു. അധ്യാപകരോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അധ്യാപക ദിനം വിദ്യാർത്ഥികൾ സമുചിതമായി ഘോഷിച്ചു. കാഞ്ഞൂർ പള്ളിയിൽ വെച്ച് നടത്തിയ അധ്യാപക കൺവെൻഷനിൽ മതബോധന യൂണിറ്റിലെ എല്ലാ അധ്യാപകരും പങ്കെടുത്തു. യുവജനങ്ങൾക്കായി അതിരൂപത സംഘടിപ്പിച്ച ക്രിസ് ചാർജ് എന്ന പ്രോഗ്രാമിൽ ഈ യൂണിറ്റിൽ നിന്നും 11-12 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ സംബന്ധിച്ചു. 12 വർഷം വിശ്വാസ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് വിശ്വാസ പ്രഖ്യാപന ശുശ്രൂഷ നടത്തി. ഏപ്രിൽ 13, 14, 15 തീയതികളിൽ ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ് ഏറ്റവും മനോഹരമായി സംഘടിപ്പിച്ചു. വിശ്വാസ പരിശീലന രംഗത്ത് അക്കാദമിക് മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹിപ്പിച്ചു. ബഹുമാനപ്പെട്ട വികാരി ഡോക്ടർ സണ്ണി കളപ്പുരയ്ക്കലിൻ്റെയും പ്രധാന അധ്യാപകൻ ജീൻ വിൻസിൻ്റെയും ഇവരോടൊത്ത് എല്ലാറ്റിനും സഹകരിക്കുന്ന അധ്യാപകരുടെയും നേതൃത്വത്തിൽ വളരെ കാര്യക്ഷമമായി ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നു. അതിരൂപത ഫൊറോന തലങ്ങളിൽ നിന്നും ഈ യൂണിറ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങളെയും നിർദ്ദേശങ്ങളെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ദൈവപിതാവിൻ്റെ അനന്തപരിപാലനയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് നിങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ. ഈ വഴിക്ക് ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്, എങ്കിലും ഇവിടെ ഈ പള്ളിയിൽ വന്ന് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഇത്രയും നാളായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഇങ്ങനെയൊരു ആനിവേഴ്സറി നടക്കുന്നത് എന്ന് മനസ്സിലായി. 8 വർഷങ്ങൾക്ക് ശേഷം. അത് അർത്ഥമാക്കുന്നത് ഈ ഇടവകയുടെ കാറ്റക്കീസം യൂണിറ്റിനെ, കുട്ടികളെയൊക്കെ ശരിക്കും ഒരുക്കാനായിട്ട് ഇവിടുത്തെ വികാരിയച്ഛനും അതുപോലെ കാറ്റക്കീസം അധ്യാപകർക്കും സിസ്റ്റേഴ്സിനുമൊക്കെ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു വികാരിയച്ഛനെയാണ് ഇവിടെ ലഭിച്ചിരിക്കുക. കൈക്കാരന്മാർ, ഞാനിവിടെ മരത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ, ഇവിടെ ചെടിയൊക്കെ നട്ടേക്കണ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൈക്കാരന്മാർ വളരെ സ്നേഹത്തോടെ ബാബുവച്ചൻ്റെ കാര്യം എന്നോട് പറഞ്ഞു. ബാബുവച്ചൻ എൻ്റെ ബാച്ചുകാരനാണ്. അപ്പോൾ ബാബുവച്ചനെ പറ്റി ഇങ്ങനെ നന്നായിട്ട് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. എൻ്റെ ബാച്ചുകാരൻ, പക്ഷേ അച്ഛൻ്റെ താടി നരച്ചത് ഇതൊക്കെ കാണുമ്പോൾ എന്നെക്കായി ഒത്തിരി പ്രായം തോന്നിക്കായിരിക്കും, പക്ഷേ എൻ്റെ ബാച്ചുകാരനാണ് ബാബുവച്ചൻ. അപ്പോൾ കൈക്കാരന്മാർ അച്ഛനെ പറ്റി നന്നായിട്ട് പറയുന്നത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. സണ്ണിയച്ഛൻ എനിക്ക് ശേഷം വർക്കിപ്പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ട് അച്ഛൻ ചുമതലയേറ്റു. അച്ഛൻ പൂനെയിൽ പോയി ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്തു. അച്ഛൻ നമ്മുടെ അതിരൂപതയ്ക്ക് ശക്തമായ ഒരു നേതൃത്വം കൊടുക്കുന്ന വൈദികനാണ്. അച്ഛൻ ഒത്തിരി വായിക്കുന്നു, എഴുതുന്നു, കാര്യങ്ങൾ പഠിക്കുന്നു, കൃത്യമായി ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നു. അതേസമയം തന്നെ അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പെരുമ്പാവൂർ ഇടവകയുടെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. അതിൻ്റെ ഒരു അടയാളമാണ് 8 കൊല്ലങ്ങൾക്ക് ശേഷം
ഇവിടെ നടക്കുന്ന ഈ കാറ്റക്കീസം ആനിവേഴ്സറി. അതുകൊണ്ട് അച്ഛന് ആദ്യം വലിയ ഒരു കയ്യടി. റിപ്പോർട്ട് വായിച്ചപ്പോൾ മനസ്സിലായി 264 കുട്ടികളാണ് ഇവിടെ വേദപാഠം പഠിക്കുക. 17 അധ്യാപകരുണ്ട്. 17 അധ്യാപകർക്ക് നേതൃത്വം കൊടുക്കുന്നത് ജീൻ സാറാണ്. ഞാൻ പലപ്പോഴും റിന്യൂവൽ സെൻറ്ററിൽ ജീൻ സാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പുസ്തകമൊക്കെ മേടിക്കാനായിട്ട്. എന്താവശ്യം വന്നാലും എനിക്ക് തോന്നുന്നു അവിടെ നമ്മളുടെ റിന്യൂവൽ സെൻറ്ററിൽ കാറ്റഗീസം ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു ഇടവകയുടെ ഹെഡ് മാസ്റ്റർ ജീൻ സാറാണ്. അപ്പോൾ ജീൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ അധ്യാപകരെയും, കാരണം എല്ലാ ഞായറാഴ്ചകളിലും സമയം കണ്ടെത്തി ത്യാഗമനസ്സോടെ കൂലിയൊന്നും മേടിക്കാതെ നമ്മുടെ മക്കൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ് നമ്മളുടെ കാറ്റക്കീസം അധ്യാപകർ. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പേരിൽ ഈ കാറ്റക്കീസം അധ്യാപകരെ എല്ലാവരെയും, ജീൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള കാറ്റക്കീസം അധ്യാപകരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ വളരെ സ്നേഹത്തോടെ, നന്ദിയോടെ അഭിനന്ദിക്കുന്നു. ഇന്ന് ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കുന്ന കുട്ടികളുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കൊല്ലം പഠനത്തിൽ മികവ് തെളിയിച്ച കുട്ടികളുണ്ട്. അതുപോലെ മുടങ്ങാതെ വന്ന കുട്ടികളുണ്ട്. ഇവരൊക്കെ അനുമോദിക്കും നാം ഇന്ന്. അപ്പോൾ അവരെ എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു, അഭിനന്ദിക്കുന്നു. ഇന്ന് വലിയ ഒരു പ്രസംഗത്തിന് ഇവിടെ ഇടയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഒത്തിരി പേര് പ്രസംഗിക്കാനുണ്ട്, പിന്നെ കലാപരിപാടികളുണ്ട്. അതുകൊണ്ട് വലിയ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. എങ്കിലും എറണാകുളത്ത് നിന്ന് ഇവിടം വരെ വന്നിട്ട് ഒന്നും പറയാതെ പോകുന്നത് ശരിയല്ല. സിസ്റ്റർ നന്നായിട്ട് അത് സ്വാഗതം ചെയ്യുന്നുണ്ട്. അതായത് സിസ്റ്റർ ശരിവെച്ചു. അപ്പോൾ ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ, അതായത് കാറ്റക്കീസത്തിന് 4 ഘടകങ്ങളുണ്ട്. 4 ഘടകങ്ങൾ. ഒന്നാമത്തേത് നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ, ഡോക്ട്രിൻസ്, വിശ്വസിക്കുന്ന കാര്യങ്ങൾ. ദൈവം പിതാവാണ്, ദൈവം ത്രിത്വൈക ദൈവമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം വിശ്വസിക്കുന്നു. ഈ വിശ്വസിക്കുന്ന കാര്യങ്ങൾ കാറ്റക്കീസത്തിലൂടെ നാം പഠിപ്പിക്കുന്നു. വിശ്വസിക്കുക മാത്രം പോരാ, വിശ്വസിക്കുന്നവർ അത് ആഘോഷിക്കുന്നു. എങ്ങനെയാണ് ആഘോഷിക്കുക? അത് ദൈവാരാധനയിലൂടെ, ലിറ്റർജിയിലൂടെ. അങ്ങനെ വിശ്വസിക്കുന്നവരായ നാം എല്ലാവരും നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ അൾത്താരയ്ക്ക് മുമ്പിൽ ഏക മനസ്സോടെ ഒരുമിച്ച് കൂടുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നൊരു വേദിയാണ് വിശ്വാസ പരിശീലന രംഗം. വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സമൂഹം അവർ നന്മയിൽ ജീവിക്കണം. They have to follow the morals. നല്ലൊരു മോറൽ ലൈഫ്, ധാർമ്മികമായ ജീവിതം നയിക്കണം. അങ്ങനെ നന്മയെയും തിന്മയെയും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന വേദിയാണ് വിശ്വാസ പരിശീലന രംഗം. അതാണ് മൂന്നാമത്തെ കാര്യം. വിശ്വസിക്കുന്ന സമൂഹം, ആഘോഷിക്കുന്ന സമൂഹം, ജീവിക്കുന്ന സമൂഹം. അതുമാത്രമായാൽ പോരാ, ഈ ജീവിക്കുന്ന സമൂഹം നന്മ ചെയ്ത് ജീവിക്കണം, സേവനം ചെയ്ത് ജീവിക്കണം. യേശുവിൻ്റെ നന്മയുടെ പാഠങ്ങൾ, സ്നേഹത്തിൻ്റെ പാഠങ്ങൾ അവർ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം. അതാണ് നാലാമത്തെ, ദിയാക്കോനിയ. ഇങ്ങനെ ഈ 4 ഘടകങ്ങളും ഈ വിശ്വാസ പരിശീലനത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ഈ 4 വേദികളിലും 4 പ്രതലങ്ങളിലും നല്ലൊരു ജീവിത മാതൃക നാം കാണിക്കാനാകുമ്പോഴാണ് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ അനുയായികളായി തീരുക. ഈ ദിവസങ്ങളിൽ നാം പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞു തൃശ്ശൂർ ഉണ്ടായ വെടിക്കെട്ടപകടം. ഈ വെടിക്കെട്ടപകടം നടന്ന അന്ന് രാത്രി ഞാനിങ്ങനെ വാർത്തകളൊക്കെ ഒന്ന് നോക്കുകയാണ്. ഈ വെടിക്കെട്ടിനെ കുറിച്ചുള്ള വാർത്തകൾ വൈകി ഞാൻ മുറിയിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ നമുക്കറിയാലോ, ഓരോ പീസുകളായിട്ട് ഇങ്ങനെ വാർത്തകൾ നമുക്ക് കിട്ടും. അങ്ങനെ ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വെടിക്കെട്ട് അപകടത്തിൽ രക്ഷപ്പെട്ട ഒരു സ്ത്രീയുടെ
ഒരു ചാനൽ, മാതൃഭൂമി ചാനലിൽ നിന്ന് വന്ന് ഇൻ്റർവ്യൂ നടത്തുന്ന ഒരു ഭാഗമാണ് ഞാൻ കണ്ടത്. ഒരു ഹിന്ദു സ്ത്രീയാണ്. അവരോട് ഈ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ്, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, വലിയ ഭാഗ്യമായി അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, വലിയ ഭാഗ്യമായി അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, അങ്ങനെയൊന്നും ഭാഗ്യമായിട്ട് കരുതുന്നില്ല. എൻ്റെ കൂടെ എൻ്റെ അടുത്തിരുന്ന് ജോലി ചെയ്തവർ അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പലരുടെയും ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി എന്നാണ് കേൾക്കുക. ആരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടാവോ? എൻ്റെ കൂടെ ഇരുന്ന് ജോലി ചെയ്തവരാണ്, എന്ത് പറ്റിയാവോ? അവർ പറയുന്നത് അതാണ്, അവരത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ലേഖകൻ വീണ്ടും ചോദിക്കുകയാണ്, രക്ഷപ്പെട്ടു, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, ഭാഗ്യമായി അല്ലേ? അപ്പോഴും അവർ പറയുന്നത് മറ്റുള്ളവർക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ, മറ്റുള്ളവർക്ക് എന്ത് പറ്റി എന്ന് അറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, ഈ ആധുനിക ലോകത്ത് കുട്ടികൾ വളരുന്നത് പലപ്പോഴും ഈ ഡിജിറ്റൽ വേൾഡിൻ്റെ മാസ്മരികതയിൽ അവർ തങ്ങളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശോയിലേക്ക് നോക്കുവാനും മറ്റുള്ളവരിലേക്ക് നോക്കുവാനും അങ്ങനെ സ്നേഹത്തിൻ്റെ പ്രവാചകരായി മാറുവാനും നാം പരിശീലിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാറ്റക്കിസം ഓഫീസിൽ അധ്യാപകരൊക്കെ വരുമ്പോൾ സമയമുണ്ടെങ്കിൽ ഞാനിരുന്ന് സംസാരിക്കും. ഇതുപോലെ ഒരു ടീച്ചർ, ഒരു പള്ളിയുടെ എച്ചം, എറണാകുളം പട്ടണത്തോട് ബന്ധപ്പെട്ട ഒരു ഇടവക ദേവാലയത്തിലെ ഒരു ടീച്ചർ ഒരു ദിവസം വന്നു. ടീച്ചർ വന്നപ്പോൾ ഞാൻ ഇരുത്തി ടീച്ചറോട് സംസാരിച്ചു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ടീച്ചറിന് 3 മക്കളാണ്. ടീച്ചറിൻ്റെ മൂത്ത മകൻ ഓസ്ട്രേലിയയിൽ എൻജിനീയറാണ്. രണ്ടാമത്തെ മകള് ഇംഗ്ലണ്ടിൽ ഡോക്ടറാണ്. മൂന്നാമത്തെ മകൻ ബാംഗ്ലൂർ IT ഫീൽഡിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ടീച്ചർ പറയുകയാണ്, അച്ഛാ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഈ മക്കൾ 3 പേരും എന്നും ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലി സംബന്ധിക്കുമെന്നുള്ളതാണ്. എന്നിട്ട് പറയാണ്, ഇവരിപ്പോൾ വിവിധ സ്ഥലങ്ങളിലാണ്, പക്ഷേ ഇവർ വാടകയ്ക്ക് താമസിക്കാനായിട്ട് വീട് അന്വേഷിക്കുമ്പോൾ പള്ളി അടുത്തുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് പള്ളി അടുത്തുണ്ടെങ്കിൽ അതിനടുത്താണ് ഇവർ വാടകയ്ക്ക് വീട് എടുക്കുക. എൻ്റെ ടീച്ചർ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ധ്യാനം കൂടി, ഒത്തിരി ഇവർ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ധ്യാനഗുരുവിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ ധ്യാനഗുരു പറഞ്ഞു, സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, അതുപോലെ പേഴ്സണൽ പ്രയർ നടത്തണം. എന്നിട്ട് ടീച്ചർ പറയുകയാണ്, ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക്, ഒരു ജോലിക്ക് പോകുന്ന സ്ത്രീ എന്ന നിലയ്ക്ക് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകാനായിട്ട് ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ആനിവേഴ്സറി എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ജന്മദിനം ആനിവേഴ്സറിയാണ്, വെഡ്ഡിങ് ദിനം, വിവാഹദിനം ആനിവേഴ്സറിയാണ്. അങ്ങനെ ഒരുപിടി നിരവധിയായ വാർഷിക ആഘോഷങ്ങൾ നമ്മൾ നടത്താറുണ്ട്. ഇപ്പം എന്തുകൊണ്ടാണ് ആനിവേഴ്സറി എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ഞാൻ ജനിച്ചു എന്ന് എനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെയും ആ മാതാപിതാക്കൾക്ക് ജന്മം നൽകിയ ദൈവത്തെയും എനിക്ക് ജീവൻ നൽകിയ ദൈവത്തെയും ഓർക്കുന്ന ദിവസമാണ് ജന്മദിനം. നമ്മളത് ആഘോഷപൂർവ്വം അനുസ്മരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം അങ്ങനെയാണല്ലോ. കാറ്റക്കിസം വാർഷികം എന്ന് പറയുന്നതും ഒരു വർഷം ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വിശ്വാസം പരിശീലിപ്പിച്ചിട്ട് അത് നമ്മൾ വിലയിരുത്തുന്നതും അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും വരും വർഷങ്ങളിൽ കൂടുതൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ വിശ്വാസം പകർന്നു കൊടുക്കാൻ നമ്മൾ ഊർജം സംഭരിക്കുന്നതുമായ ഒരവസരമാണ് ആനിവേഴ്സറി അല്ലെങ്കിൽ വാർഷികം എന്ന് പറയുന്നത്. അത് ഇടവകയുടെയും കുഞ്ഞുങ്ങളുടെയും കൂട്ടായ്മയെ പരിപോഷിപ്പിക്കുന്നതും നമ്മളെല്ലാം ഒന്നാണ് എന്ന് നമ്മളറിയാതെ നമ്മളോട് പറയുന്നതുമായ അവസരമാണ് ഈ ആനിവേഴ്സറി. അതുകൊണ്ടാണ് പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയ ഈ വാർഷികം നമ്മൾ നിശ്ചയമായി ഈ വർഷം നടത്തണമെന്ന് അധ്യാപകരും ഒന്നിച്ചു പറയുകയും നമ്മളതിനുവേണ്ടി പരിശ്രമിക്കുകയും ഇന്നത്
സംഭവ്യമാവുകയും ചെയ്തത്. നമ്മുടെ കുട്ടികൾ ഏതാണ്ട് 3 ആഴ്ചക്കാലം അവരുടെ കലാപരിപാടികൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെക്കേഷൻ തുടങ്ങിയ ദിവസം മുതൽ അവരിലൂടെ അവരത് പരിശീലിച്ച് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ദൈവം തന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാനും ദൈവത്തെ മഹത്വപ്പെടുത്താനുമുള്ള ഒരവസരമാണ്. മനോഹരമായിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഫൈനൽ റിഹേഴ്സൽ കാണാൻ ഇടവന്നു. വളരെ മനോഹരമായിട്ട് കുഞ്ഞുങ്ങൾ പരിശീലിച്ചത് പെർഫോം ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ട് വേണം പോകാൻ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ അവസരം നമ്മുടെ ഇടവകയെ സംബന്ധിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ഈവനിങ് ആണ്. നമുക്ക് ഓർക്കാം, അച്ഛൻ പറഞ്ഞതുപോലെ നമുക്കൊരു ഉത്തരവാദിത്വം ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പരിശീലിച്ച, നമ്മൾ ആർജിച്ചെടുത്ത ക്രിസ്തു വിശ്വാസം അത് ഈ കുഞ്ഞുങ്ങളിലേക്ക് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ നമ്മളെല്ലാവരും ബദ്ധശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് നമ്മളെ ഈ ആനിവേഴ്സറി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് മാതാപിതാക്കളും ഇടവകയിലെ വിശ്വാസികളായ സമൂഹവും വൈദികരും സന്യസ്തരും എല്ലാം കൂടി ചെയ്യുന്ന വലിയൊരു ദൗത്യമാണ്. അത് നമുക്ക് കുറവ് കൂടാതെ വരും വർഷങ്ങളിൽ നിർവഹിക്കാൻ നമ്മുടെ ഇടവകയ്ക്ക് സാധിക്കണം. അതിന് എല്ലാവരുടെയും സഹകരണമുണ്ടാകണം. ടീച്ചേഴ്സ് മാത്രം വിചാരിച്ചാൽ അത് നടക്കില്ല, അച്ഛന്മാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല, സിസ്റ്റേഴ്സ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. നിങ്ങൾ മാതാപിതാക്കളും നമ്മളെല്ലാവരും കൂടി ചേർന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ വാർഷികം ഒരു സ്കൂൾ കലോത്സവത്തിൻ്റെ പെർഫോമൻസ് മാത്രമല്ല. നന്നായിട്ട് അവരത് ഡാൻസ് കളിക്കും, പാട്ട് പാടുകയൊക്കെ ചെയ്യും. ദൈവം അവർക്ക് നൽകിയ താലന്തുകളുടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് നമുക്ക് കൂടി അവരിൽ സന്തോഷിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് നമ്മുടെ മനസ്സിനെ ചേർത്ത് വയ്ക്കാം. അവർ നടത്തുന്ന ഇന്നത്തെ ഈ സ്റ്റേജിൽ പ്രോഗ്രാമിൽ നമുക്ക് സർവാത്മന അവരെ സപ്പോർട്ട് ചെയ്യാം, പരിപോഷിപ്പിക്കാം. അവരെ ഓർത്ത് ദൈവത്തിൽ നന്ദി പറഞ്ഞ് ഈ വാർഷികാഘോഷം ഏറ്റവും സമുചിതമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എത്ര ക്ഷണികമാണീ ലോക ജീവിതം, എത്ര ചുരുക്കമാണായുസിൻ നാളുകൾ, എത്രയും വേഗമതു തീർന്നു പോകും ഈ സത്രത്തിൽ നിന്നു നാം പറന്നു പോകും. എത്ര വലിയവനാണെന്നു വന്നാലും മൃത്യു വരുമത് സത്യമല്ലേ. മന്നനും മണ്ണോ കുഴച്ചവനുമെല്ലാം മണ്ണിലമർന്നോ മറഞ്ഞു പോകും. നാളുകളെണ്ണണം, ജ്ഞാനം പ്രാപിക്കണം, നാളെ നമുക്കല്ല ഓർക്കണം നാം. നേരം കഴിയുന്ന നേരം വരുമപ്പോൾ ആരായിരുന്നാലും പോകണം നാം. ഇവിടം കഴിയുമ്പോൾ എവിടേക്കു പോയിടും, എവിടെ ചിലവിടും അനന്തമാം നിത്യത. ഉലകം മുഴുവൻ നേടിയെന്നാകിലും ഫലമെന്താണ് ആത്മാവ് നഷ്ടമായാൽ? ഇല്ല സ്വയനീതി മതഭക്തി കർമ്മങ്ങൾ ഒന്നുമേ മോക്ഷം തരികയില്ല. വീണ്ടും ജനിക്കണം, സ്വർഗത്തിലെത്തുവാൻ വേറൊരു മാർഗവും ഇല്ല. യാഗം കഴിക്കാതെയില്ല പരിഹാരം, രക്തം ചൊരിയാതെയില്ല വിമോചനം. യേശുവിൽ യാഗമാണായേകയാഗം തൻ പുണ്യാഹരക്തമാണായാഗരക്തം. ക്രിസ്തുവിൻ ചോരയായി ശുദ്ധരായി തീരണം, പാപങ്ങളെല്ലാം കഴുകിയിടണം. യേശുവിൽ നീതിയാണിഞ്ഞിടണം, സ്വന്തം നീതി വസ്ത്രങ്ങൾ ഒരുങ്ങിയിടണം.
സ്നേഹിച്ചു ദൈവമീ ലോകത്തിലെത്രയും ഏകകുമാരനെ നൽകിടുവാൻ. പുത്രനിൽ വിശ്വസിക്കുന്നവരൊക്കെയും നിത്യജീവൻ നേടും നിശ്ചയമായി. വന്നു വെളിച്ചമീ ലോകത്തിലേക്കെന്നെ സത്യവെളിച്ചമാം ക്രിസ്തു യേശു. എന്തിനിരുട്ടിലിരിക്കണം ഇപ്പോഴും ശിക്ഷാവിധിയുണ്ടെന്നോർമ്മയില്ലേ? ദൈവസ്വരമിന്നു കേട്ടുവെങ്കിൽ ദൈവപുത്രനെ ഇന്നു കൈകൊള്ളുകയില്ലേ? പിന്നെയാകാമെന്ന ചിന്ത വേണ്ട, ഇന്ന് തന്നെയല്ലോ രക്ഷാദിനം. പിന്നെയാകാമെന്ന ചിന്ത വേണ്ട, ഇന്ന് തന്നെയല്ലോ രക്ഷാദിനം. ഈ ദിവസത്തിൻ്റെ നന്മകൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഈ വർഷത്തെ കാറ്റഗിസത്തിൻ്റെ ആദ്യ ദിവസം തുടങ്ങിയപ്പോൾ അതിൻ്റെ കുർബാന ചൊല്ലാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതിനുശേഷം വല്ലപ്പോഴെങ്കിലും ഇവിടെ കാറ്റഗിസത്തിൻ്റെ കുർബാന വളരെ ചുരുക്കമായിട്ടെങ്കിലും കുട്ടികളോടൊപ്പം ബലിയർപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളും വളരെ നന്നായിട്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചാടി ഉത്തരം പറയുകയൊക്കെ ചെയ്യുന്ന നല്ല ഒരു കാറ്റഗിസം യൂണിറ്റ്, നല്ല വിശ്വാസ പരിശീലനം നടക്കുന്ന യൂണിറ്റാണ് നമ്മുടെ ഈ പെരുമ്പാവൂർ യൂണിറ്റ്. ഞാൻ സെമിനാരി ചേരുന്നതിന് മുൻപ് 6.5 വർഷം കാറ്റഗിസം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് അന്നത്തെ കൊച്ചച്ഛൻ അവിടെ പറഞ്ഞു, നീ കാറ്റഗിസം പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 6.5 വർഷം പഠിപ്പിച്ചു. അതിന് ശേഷമാണ് സെമിനാരി ചേർന്നത്. പിന്നീട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നൊവിഷ്യേറ്റ് കാലഘട്ടം തുടങ്ങിയിട്ട് കാറ്റഗിസം പഠിപ്പിക്കാനും പോയിട്ടുണ്ട്. ഇടവകകളിലായിരുന്നപ്പോഴും ആശ്രമങ്ങളിലായിരുന്നപ്പോഴൊക്കെ കാറ്റഗിസത്തിൻ്റെ ചാർജൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ഞാനിത് മഹത്വം പറയാൻ പറഞ്ഞതല്ല, എനിക്ക് കാറ്റഗിസം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോഴും എനിക്ക് കാറ്റഗിസത്തിലെ കുട്ടികളോടും കാറ്റഗിസത്തിൻ്റെ ബലി അർപ്പിക്കാനും അതിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വളർന്നു വന്നത് ഈ കാറ്റഗിസത്തിൻ്റെ പള്ളിയുടെ അന്തരീക്ഷത്തിലായതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസ പരിശീലനം എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കിട്ടിയ കുറേ വിശ്വാസ ചൈതന്യമുണ്ട്. അതിനുശേഷം കിട്ടിയതെല്ലാം മതബോധനത്തിൽ നിന്നും അധ്യാപകരിൽ നിന്നും സിസ്റ്റേഴ്സിൽ നിന്നൊക്കെ കിട്ടിയ കുറേ മൂല്യബോധങ്ങളും വിശ്വാസവും ഒക്കെയാണ്. അതാണ് ഇന്നിപ്പോൾ ഈ ഉടുപ്പിട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ട് എനിക്ക് സാഹചര്യങ്ങൾ ലഭിച്ചത് അതിലൂടെയാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞിനെ KG ക്ലാസ്സിലോ 1ാം ക്ലാസ്സിലോ ചേർത്ത് 10-12 വർഷത്തെ വിശ്വാസ പരിശീലനത്തിന് ശേഷം ഔദ്യോഗികമായി വിശ്വാസ പരിശീലനം അവസാനിപ്പിക്കുന്ന ഒരു മനോഹരമായ ചടങ്ങാണ് ഫെയ്ത്ത് ലൈറ്റ്നിങ് സെറിമണി. അന്ന് അവർ മാതാപിതാക്കളോടൊപ്പം വെള്ളവസ്ത്രം അണിഞ്ഞ് തിരികൾ കത്തിച്ചു പിടിച്ച് ക്രിസ്തുവിനെ തൻ്റെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് അവർ ഔദ്യോഗികമായി വിശ്വാസ പരിശീലനം അവസാനിപ്പിക്കുന്നു. അന്ന് അവർക്ക് ലഭിച്ച വിശ്വാസ വെളിച്ചത്തിൻ്റെ കരുത്താണ് അവർക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ജീവിക്കാൻ ആവശ്യമായ കരുത്ത് ലഭിക്കുക, വിശ്വാസം ഏറ്റുപറയുവാനുള്ള ശക്തി ലഭിക്കുക. എന്നാൽ ഇതുപോലുള്ള വാർഷികം ആഘോഷിക്കുമ്പോൾ +2 കഴിഞ്ഞ് കുട്ടികൾ ചിലപ്പോഴെങ്കിലും ഒക്കെ തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിച്ച് ഏതെങ്കിലുമൊക്കെ വിപരീത സാഹചര്യങ്ങളിൽ സ്നേഹബന്ധങ്ങളിലൊക്കെ പെട്ട് തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഇന്ന് ഉണ്ടാകുന്നില്ലേ എന്ന് ഉറക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. പെരുമ്പാവൂർ ഇടവകയിലെ ഏറ്റവും ഭംഗിയായ രീതിയിൽ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് കണ്ടറിയാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ തൊട്ടടുത്ത ദിവസം നടന്ന IBC കോഴ്സിന് സന്ദർശിക്കാനായിട്ട് ഇവിടെ എത്തിയപ്പോൾ ഈ ഹാളിൽ വളരെ സന്തോഷത്തോടുകൂടി ഈശോയോടൊപ്പം ഉല്ലസിക്കുന്ന കുട്ടികളെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഈ ഇടവകയുടെ നേതൃത്വത്തിൽ എൻലൈറ്റ് 2025 നടത്തിയത് എത്ര
മനോഹരമായിട്ടാണെന്നുള്ളത് നമ്മുടെ അതിരൂപതയ്ക്ക് തന്നെ മാതൃകയാക്കുന്ന രീതിയിൽ നടത്താനായിട്ട് നമുക്ക് സാധിച്ചു. ഇത്ര നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇടവകയുടെ വാർഷിക ദിനത്തിൽ അതിനുവേണ്ട എല്ലാവിധ ആശംസകളും നേരുന്നതിനായിട്ടും ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ ഈ നോട്ടീസിൻ്റെ ആ കവർ പേജ് എന്നെ വളരെയധികം ആകർഷിച്ചു. നമ്മുടെ സ്റ്റേജിൽ തന്നെ അത് വളരെ ഭംഗിയായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈശോയോടൊപ്പം തമാശകൾ പങ്കുവയ്ക്കുന്ന കുട്ടികളുടെ ഒരു ചിത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും പ്രിയ കുട്ടികളെ, നമ്മുടെ കൊച്ചുകുട്ടികൾ മിക്കവാറും പേരൊക്കെ കലാപരിപാടികൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും കുട്ടികളോട് പ്രത്യേകം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈശോയോടുള്ള ഈ അടുപ്പം കൂടുതലായിട്ട് ഉണ്ടാകുവാനുമായിട്ടും ഈ അടുപ്പം അനുദിനം വർദ്ധിപ്പിക്കുവാനുമായി നിങ്ങൾക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം നിങ്ങൾ സഹകരിച്ചാൽ മതി. നമ്മുടെ മതബോധന വിഭാഗം മുഴുവനും, ഇടവക സമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണയും നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ രക്ഷിതാക്കൾ ധാരാളം പേരിവിടെയുണ്ട്. അവരുടെ നല്ലൊരു പിന്തുണ നിങ്ങൾക്കുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നതിനും ഇതുപോലെ ഈശോയെ എന്നും നിങ്ങളുടെ കൂട്ടുകാരനായി നിങ്ങളോടൊപ്പം നിർത്തുന്നതിനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട വൈദികർ, സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, മാതാപിതാക്കൾ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ ജീവിതയാത്രയിൽ നാം ഓരോരുത്തരും മുറുകെ പിടിക്കുന്ന ഒരു വലിയ വാക്കാണ് പ്രത്യാശ. ഇരുളടങ്ങിയ വഴിയിൽ പ്രകാശം പരത്തുന്ന ഒരു വിളക്ക് പോലെയാണത്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയുടെ ഉറവിടം മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായാണ്. ലോകം നൽകുന്ന പ്രത്യാശ പലപ്പോഴും താൽക്കാലികമാണ്. മനുഷ്യനോ സമ്പത്തോ പദവിയോ നൽകുന്ന ഉറപ്പുകൾ ഏത് നിമിഷം വേണമെങ്കിലും തകർന്നു പോകാം. എന്നാൽ വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമ്മുടെ പ്രത്യാശ മാറ്റമില്ലാത്ത ദൈവത്തിലാണ്. ഈശോയിൽ പ്രത്യാശ വയ്ക്കാൻ പ്രധാനമായി 3 കാരണങ്ങളാണുള്ളത്. അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. മനുഷ്യർ നൽകുന്ന വാഗ്ദാനങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും മറന്നുപോകാം. എന്നാൽ ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ മാറ്റമില്ലാത്തവനാണ്. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ ഈശോ ഇന്നും നമ്മുടെ കൂടെ തന്നെയുണ്ട്. കുരിശിലെ വിജയം, മരണത്തെയും പാപത്തെയും തോൽപ്പിച്ച് ഈശോയിലാണ് നാം വിശ്വസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളും തകർച്ചകളും ഒക്കെ അതിജീവിക്കാൻ ഈശോയുടെ ഉയർപ്പ് നമുക്ക് കരുത്ത് നൽകുന്നു. കരുണയുള്ള ദൈവം, നാം എത്ര പാപികളാണെങ്കിലും തകർക്കപ്പെട്ടവരാണെങ്കിലും നമ്മെ ചേർത്ത് പിടിക്കുന്ന സ്നേഹമാണ് ഈശോയുടേത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന അവിടുത്തെ വിളി നമുക്ക് ഒരു വലിയ പ്രത്യാശയാണ്. പ്രിയപ്പെട്ടവരെ, ഇരുട്ടുള്ള ഒരു രാത്രി കഴിഞ്ഞാൽ പ്രകാശമുള്ള ഒരു പുലരിയാണെന്നുള്ളത് പ്രകൃതിയുടെ ഒരു സത്യമാണ്. അങ്ങനെ തന്നെ ഈശോ നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ നമ്മെ ഒന്നിനും തന്നെ തകർക്കാൻ കഴിയുകയില്ല. ലോകം മുഴുവൻ നമ്മെ ഉപേക്ഷിച്ചാലും കൈവിടാത്ത ആ സ്നേഹത്തിൽ നമുക്ക് പ്രത്യാശ വെച്ച് മുന്നോട്ട് നീങ്ങാം. നന്ദി. ജയ് ക്രൈസ്റ്റ്. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം എന്ന സങ്കീർത്തന വചനം പറയുന്നത് പോലെ നമ്മുടെ ഇടവകയുടെ ആത്മീയ ചൈതന്യമായ വിശ്വാസ പരിശീലന വിഭാഗത്തിൻ്റെ വാർഷിക ദിനമാണ് ഇന്ന്. ഈ സന്തോഷവേളയിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. സഭയുടെ ഭാവി ഈ കുഞ്ഞുങ്ങളിലാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ പണിയുന്ന ഒരു ഇടം കൂടിയാണിത്. അവരെ വിശ്വാസത്തിലും ദൈവവഴിയിലും വളർത്താൻ പ്രയത്നിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെയും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും അധ്യാപകരുടെയും സേവനം വിലമതിക്കാനാവാത്തതാണ്. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇടവക ഭരണസമിതിയുടെ പൂർണ്ണ പിന്തുണ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. കഴിഞ്ഞ 1 വർഷക്കാലം
പഠനത്തിലും മറ്റ് മത്സരങ്ങളിലും മികവ് തെളിയിച്ച എല്ലാ കുട്ടികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ന് സമ്മാനങ്ങൾ ലഭിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഇനിയും ഉയരങ്ങളിൽ എത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വാർഷികാഘോഷം വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രത്യാശോത്സവം അല്ലേ, അങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ പ്രത്യാശോത്സവം. ഇതിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ കുട്ടികളുടെ, ഞാൻ പെട്ടെന്ന് നിർത്തിക്കൊള്ളാം, എൻ്റെ സമയത്തിൽ ഞാൻ നിർത്തിക്കൊള്ളാം കേട്ടോ. കുട്ടികളുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഇച്ഛാശക്തി ഉള്ളത് നല്ലതാണ്. നമുക്കൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആരാവണം, എന്താവണം എന്നുള്ളതെല്ലാം ഇച്ഛാശക്തിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതുപോലെ ജ്ഞാനശക്തി, നമുക്ക് ഗ്രഹിക്കാനുള്ള കഴിവ് നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷെ ദൈവം നമുക്കെല്ലാവർക്കും, പണ്ട് പറയുമായിരുന്നു, ദൈവം നമുക്കെല്ലാവർക്കും ഒരേ രീതിയിലുള്ള ബുദ്ധി തന്നിരുന്നു. ഒരേ രീതിയിലല്ല കേട്ടോ ബുദ്ധി തന്നിരിക്കുന്നത്. പലർക്കും പല കഴിവുകളാണുള്ളത്. ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ ക്രിയാശക്തി, നമുക്ക് ഈ രണ്ട് ശക്തി ഉണ്ടെങ്കിൽ ക്രിയാശക്തി, പ്രവർത്തനത്തിനുള്ള ശക്തി കൂടി നമുക്ക് വേണം. ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ മുന്നേറണമെങ്കിൽ ഭാഗ്യം വേണം. ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമാണ് ഈ മൂന്ന് ശക്തി ഉണ്ടെങ്കിലും നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. രണ്ട് ചെറിയ കഥകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. സുഭാഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ ഒരു ഭാഗം ഇതാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ വെള്ള ഷർട്ടും മുണ്ടും എല്ലാം വടി പോലെ തേച്ച് ദിവസവും പൗഡറൊക്കെ ഇട്ട് ജോലിക്ക് പോകുന്നത് കാണാം. അദ്ദേഹത്തിന് എല്ലാ ദിവസവും അച്ഛനിങ്ങനെ പോകുന്നു. അദ്ദേഹത്തിന് 2 വിരലുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ദിവസം ഈ സുഭാഷ് ചന്ദ്രന് അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സുഭാഷ് ചന്ദ്രൻ ഒരു സൈക്കിൾ, അന്നത്തെ കാലത്ത് സൈക്കിൾ വാടകയ്ക്ക് കിട്ടും, ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് ഈ അച്ഛൻ്റെ ഫാക്ടറിയിലേക്ക് ചെന്നു. അച്ഛൻ്റെ ഫാക്ടറിയിൽ ചെന്ന് അച്ഛനെ നോക്കുകയാണ്. അച്ഛനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല. അദ്ദേഹം കണ്ടത് ഈ വെള്ള ഷർട്ടൊക്കെ ഇട്ട് നല്ല വടി പോലെ പോകുന്ന അച്ഛനെയാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അച്ഛൻ പൊടിയിൽ മുഴുവൻ മുങ്ങി കുളിച്ച് അച്ഛനെ തിരിച്ചറിയാൻ പാടില്ലാത്ത രീതിയിലാണ് അച്ഛൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ മാതാപിതാക്കൾ ഇതുപോലെ തന്നെയാണ്. നമുക്ക് അവരുടെ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളൊന്നും നമ്മളെ അറിയിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന് അന്ന് അച്ഛൻ്റെ ഈ ജോലി കണ്ട് സങ്കടപ്പെട്ടു. അത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിരുന്നു. അതുപോലെ ടെഡിയുടെ ഒരു കഥ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ആർക്കൊക്കെയോ പഠിക്കാനുണ്ട്. ടെഡിയുടെ ഒരു കഥ ഇങ്ങനെയാണ്. ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ ആദ്യമായിട്ട് ഒരു ടീച്ചർ കടന്നു വരുന്നു. ടീച്ചർ കടന്നു വന്ന് എല്ലാവരെയും പരിചയപ്പെടുന്നു. അതിലൊരു കൊച്ചു മാത്രം വലിയ മൂഡില്ലാതെ ടീച്ചർ മാറി നിൽക്കുന്നു. ടീച്ചർ പലപ്പോഴും ഈ കുട്ടിയെ ശ്രദ്ധിച്ചു. അപ്പോഴെല്ലാം ഇവന് വലിയ താല്പര്യമില്ല, പഠിക്കാൻ താല്പര്യമില്ല. അവസാനം ഈ ടീച്ചർ HMൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെ ഈ ടെഡി എന്ന് പറഞ്ഞ ഈ കൊച്ചു മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുന്നില്ല, പഠിക്കണില്ല, മാറി നിൽക്കുകയാണ് എന്ന്. വേഗം HM കുറേ കടലാസുകൾ, സർട്ടിഫിക്കറ്റുകൾ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, അവൻ മിടുക്കനായിരുന്നു, പക്ഷേ കഴിഞ്ഞ കൊല്ലം അവൻ്റെ അമ്മ മരിച്ചുപോയി. അതിനുശേഷം അവന് ഇതുപോലെയാണ്, ടീച്ചർ അവന് പ്രത്യേകം ശ്രദ്ധിക്കണം. ടീച്ചർ പിറ്റേ ദിവസം മുതൽ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ടീച്ചർ അടുത്ത് വിളിച്ച് അവന് സ്പെഷ്യലായിട്ട് ക്ലാസ് എടുത്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നു. അവസാനം അവന് നല്ല കുറച്ച് മാർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതൽ കൊടുത്തു. അങ്ങനെ ആ വർഷം കഴിഞ്ഞ് അവർ 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്കായി പോവുകയാണ്. അപ്പോൾ എല്ലാവരും ടീച്ചർക്ക് സമ്മാനങ്ങൾ കൊടുത്തു. സമ്മാനങ്ങൾ കൊണ്ടേ കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാം നല്ല വർണ്ണക്കടലാസ് കൊണ്ട് കെട്ടി ടീച്ചർക്ക് കൊടുത്തു. ഇവൻ മാത്രം ഒരു ന്യൂസ് പേപ്പറിൽ, മരണക്കോളങ്ങളുള്ള ന്യൂസ് പേപ്പറിൽ ഒരു സമ്മാനം കൊണ്ടേ കൊടുക്കുകയാണ്. അപ്പോൾ മറ്റുള്ള കുട്ടികൾ കളിയാക്കി, അവൻ ഇങ്ങനെയാണോ സമ്മാനം തരുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കി കഴിഞ്ഞപ്പോൾ ടീച്ചർ അതെടുത്ത് നോക്കിയപ്പോൾ അവൻ്റെ അമ്മയുടെ ചരമക്കോളമുള്ള ആ പേജുള്ള പേപ്പറും പിന്നെ
ഒരു പഴയ വാച്ചും ഒരു സ്പ്രേ അടിച്ചതിൻ്റെ ഒരു പകുതി ഉള്ള ഒരു ബോട്ടിലുമാണ് കൊണ്ടുപോയി കൊടുത്തത്. ഇത് കണ്ടപ്പോൾ പിള്ളേർ ഈ പഴയതാണോ കൊണ്ടുപോയി കൊണ്ടുവന്നത് പിള്ളേർ കളിയാക്കി. അപ്പോൾ അവൻ പറഞ്ഞു, ഇതെൻ്റെ അമ്മ മരിച്ചപ്പോൾ അവസാനമായി അടിച്ച സ്പ്രേയുടെ ബാക്കി ഭാഗവുമാണ്. അതുപോലെ ഈ വാച്ച് അമ്മയെ കുഴിച്ചിടാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഊരിയെടുത്തതാണ്. ടീച്ചർ വേഗം ആ സ്പ്രേ അടിച്ചിട്ടാണ് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഈ സ്പ്രേയുടെ മണം അടിച്ചപ്പോൾ അവൻ പറഞ്ഞു, അമ്മയുടെ മണം ടീച്ചർക്കുണ്ടെന്ന്. നമ്മുടെ ഓരോ ടീച്ചർമാർക്കും അതുപോലെ തന്നെ സാറന്മാർക്കും അമ്മയുടെ അച്ഛൻ്റെയും മണം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണിവിടെ, മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ. മനസ്സൊരു സ്വയം ഭോജ്യമായി ദ്യോവൊരുക്കുന്നൊരീ വിരുന്നിൽ ഈശോ സ്വയം ഭോജ്യമായി ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും നീ വേദി, ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും. വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ കുട്ടികളെ, കടന്നുപോയ ദിനങ്ങളിലെ നല്ല ഓർമ്മകളും സന്തോഷത്തിൻ്റെ അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന ഒരവസരമാണല്ലോ വാർഷികാഘോഷം. ഈ വാർഷികാഘോഷവേളയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുക എന്ന ദൗത്യമാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. ആദ്യമേ തന്നെ ഇന്നത്തെ എല്ലാ തിരക്കുകളും മാറ്റി നമ്മുടെ ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് നിർവഹിക്കുന്നതിനായി അങ്കമാലി അതിരൂപത വിശ്വാസ പരിശീലന ഡയറക്ടർ ഫാദർ പോൾ മൊറേലി അച്ഛനാണ് ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമുക്ക് നല്ലൊരു സന്ദേശം നൽകിയത്. അച്ഛൻ ഇവിടെ ഇല്ല എങ്കിലും എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് പെരുമ്പാവൂർ വിശ്വാസ പരിശീലന യൂണിറ്റിൻ്റെ പേരിൽ അച്ഛന് ഞാൻ നന്ദി പറയുന്നു. അടുത്തതായി നമ്മുടെ വികാരി അച്ഛനാണ്. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് ഈ വാർഷികാഘോഷത്തിന് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി എന്നും ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സണ്ണി അച്ഛന് വിശ്വാസ പരിശീലന യൂണിറ്റിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ.
വിരൽ തഴുകി പാടാത്ത വീണകൾ പാടി ഇന്ദുളരാഗാദ്രനായി ഞാൻ ശ്രീ യേശുവിനവദാനം പാടി. വിധാനങ്ങൾ പാലനം ചെയ്യുന്ന വിശ്വൈകനായക കൈതൊഴുന്നേൻ. വിശ്വവിധാനങ്ങൾ പാലനം ചെയ്യുന്ന വിശ്വൈകനായക കൈതൊഴുന്നേൻ. സത്യവും ധർമ്മവും നീതിയും കാക്കുന്ന നിത്യപ്രകാശമേ കൈതൊഴുന്നേൻ. വിശ്വവിധാനങ്ങൾ പാലനം ചെയ്യുന്ന വിശ്വൈകനായക കൈതൊഴുന്നേൻ. കാലങ്ങൾ കഥ പറയും ജെറുസലേമിൻ താഴ്വരയെ ചൊല്ല്. നന്മയുള്ള ദേശത്തെ മേറാറി വീട്ടിലെ ജുഡിത്ത വിധവയെ കാണാറുണ്ടോ? അവളുടെ പ്രാർത്ഥനകൾ കേൾക്കാറുണ്ടോ? ഉച്ചനീചത്വങ്ങൾ താണ്ഡവമാടിയ അസീറിയായുടെ തന്ത്രങ്ങളാൽ വെള്ളം കുടിക്കാതെ ദുഃഖദുരിതമായി ഇസ്രയേൽ അന്നു കഴിഞ്ഞ കാലം. ബെത്തുലിയക്കാർക്കും മനാസെ ചെറുക്കനും യഹോവ നൽകിയ സമ്മാനം ജൂഡിത്തെന്നൊരു വീരപുത്രി. അസീറിയ ദേശം വാഴും രാജാവിൻ സൈന്യത്തിലെ ഹോളോഫർണസ് എന്ന കാര്യസ്ഥനൊരു നാൾ ഇസ്രയേൽ ജനത്തെ നശിപ്പിക്കാനായി കിങ്കരന്മാരൊത്ത് വന്നൊരു നാൾ.
ജന്മത്തിനായി അങ്ങ് നോക്കി നിൽക്കെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ജൂഡിത്തിനെ കണ്ടു. വിധവയായി തീർന്നൊരു ജൂഡിത്ത് കാര്യം ഗ്രഹിച്ചപ്പോ വീണ്ടും വിചാരമായി നാട്ടുകാർക്ക്. കോപത്തലന്തയായി മാറിയ ജൂഡിത്ത് ധീരമസത്യം ഒഴിഞ്ഞു. ആ ഹോളോ ഫർണസിനെ ഞാൻ തന്നെ വകവരുത്തും. ശബ്ദം കേട്ട് ഞെട്ടിത്തരിച്ചു പാവമാദേശക്കാർ. അസിറിയായിലെ വിധിയിലൂടെ ഒളിഞ്ഞും തെളിഞ്ഞും നിലവിളിച്ചും ദാസിയുമായവൾ ഓടിടുമ്പോൾ ആർപ്പുവിളിയോടെ മുന്നിലായെത്തി സൈന്യത്തിൻ കിങ്കരന്മാർ. ഏതോ സൗന്ദര്യധാമത്തെ എന്ന പോൽ ആധീന വനിതയെ സ്വീകരിച്ചു. നാലാം ദിനം ഒരു സൽക്കാരത്തിൽ വീഞ്ഞു നുകർന്നു രസിച്ച ശേഷം നിദ്രയെ പൂണ്ടു ആ ഹോളോ ഫർണസ്. ജൂഡിത്തിൻ പ്രാർത്ഥന ദൈവം കേട്ടു. ശക്തിയാർജിച്ചു അരമുറുക്കിയവൾ പള്ളി മഞ്ചത്തിലേക്ക് ഓടിയെത്തി. തലയ്ക്കു മുകളിൽ തൂങ്ങിക്കിടക്കും ഒരു വാളെടുത്തു. പ്രാർത്ഥിച്ചു നിന്നവൾ തെല്ലു നേരം നെഞ്ചോടടുക്കി യാചിച്ചു നിന്നു. കണ്ണുകൾ രണ്ടഗ്നി ഗോളങ്ങളാൽ അധികാരാഗ്നി ജ്വലിച്ചു നിന്നു. പിടിച്ച വാളുമായി ദൈവത്തെ മനസ്സിൽ കൊണ്ടുവന്നു. സകല പാപങ്ങൾക്കും മാപ്പപേക്ഷിച്ച് നെഞ്ചുപൊട്ടി വിലപിച്ചുകൊണ്ട് തലവെട്ടി ജീവനെടുത്തു. ഭാണ്ഡത്തിൽ നിറച്ച ശിരസ് അതിവേഗമെത്തിച്ച പുത്രി. ഒരു കുഞ്ഞു പോലും നിൽക്കുന്ന ദൈവകൃപ ഇന്നും അലയടിക്കുന്നു. ഓരോർമ്മയായി നിൽക്കുന്ന ദൈവകൃപ ഇന്നും അലയടിക്കുന്നു. ഓരോർമ്മയായി നിൽക്കുന്ന ദൈവകൃപ, ഓരോർമ്മയായി നിൽക്കുന്ന ദൈവകൃപ, ഓരോർമ്മയായി നിൽക്കുന്ന ദൈവകൃപ.
പാടാം പാടാം ആമോദരാഗം മൂളാം മൂളാം ആശംസഗാനം പാടാം പാടാം ആമോദരാഗം മൂളാം മൂളാം പിരിയാത്ത ഓർമ്മകൾ പൊഴിയാത്ത നന്മകൾ മൃദുമന്ത്രണം നീട്ടി ഹൃത്തിൽ പിരിയാത്ത ഓർമ്മകൾ പൊഴിയാത്ത നന്മകൾ മൃദുമന്ത്രണം നീട്ടി ഹൃത്തിൽ ഞങ്ങൾ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാം ആശംസകൾ ഞങ്ങൾ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാം ആശംസകൾ ഒരുപാടു നന്മകളേകി അതിലേറെ സ്നേഹവുമായി ഇനിയുള്ള നാളുകളെന്നും അനുഗ്രഹ പൂമഴ കാണും നന്ദി തന്നറമലരേകാൻ പ്രാർത്ഥിക്കാമെന്നെന്നും ഞങ്ങൾ നന്ദി തന്നറമലരേകാൻ പ്രാർത്ഥിക്കാമെന്നെന്നും ഞങ്ങൾ സരി 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 പമനി സനി സരി 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 നിനി പാമ മമ പാപ നിത മരി സനി സനി സാ ല 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 ആശംസഗാനം പാടാം പാടാം ആമോദരാഗം മൂളാം മൂളാം ഞങ്ങൾ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാം ആശംസകൾ ഞങ്ങൾ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാം ആശംസകൾ സത്യസനാതന മഹാനിധേ നിത്യ തേജസ കൃപാനിധേ പ്രണവഗാനശീലുകളിൽ തവ തിരുസ്തുതി പാടി വരുന്നു ഞങ്ങൾ പ്രപഞ്ചനാഥന പ്രഭാമയ പ്രപഞ്ചനാഥന പ്രഭാമയ തവ പ്രഫുല്ല തേജസിൻ കൃപ ചൊരിയൂ പ്രപഞ്ചനാഥന പ്രഭാമയ തവ പ്രഫുല്ല തേജസിൻ കൃപ ചൊരിയൂ പ്രവാഹ തീർത്ഥങ്ങൾ അർച്ചനയായിടും പ്രഭാത കിരണത്താൽ പുഷ്പാഞ്ജലി പ്രഭാത കിരണത്താൽ പുഷ്പാഞ്ജലി പ്രപഞ്ചനാഥനാം പ്രഭാമയ
ഓരോ അണുവിലും അപരനെ ചേർക്കുന്ന പരമസ്നേഹം. നല്ല സമറായ വഴിത്താരയിൽ നിൻ ക്രൂശേന്തി നീങ്ങണം ക്രൂശിതനായി, ക്രൂശേന്തി നീങ്ങണം ക്രൂശിതനായി. തത്തിം കിണ്ണത്തു സരിഗമപാ തത്തിം തരികത്തു മമപദപാ തക്കിട്ട തത്തിം കിണ്ണത്തു മമപദനി തത്തിം തത്തിം ജനുത മമപദനി സ തത തത്തിം തരികത്തു പാ 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 പ മ പ പ പ പ പ പ മ പ പ പ ഗ മ പ മ പ പ പ രി ഗ മ പ പ പ സരി ഗ മ പ പ ദ പ മ പ പ നി ദ പ മ പ സ നി ദ പ പ ദ പ മ പ പ മ പ ദ പ മ പ ദ പ മ ദ പ മ പ മ ഗ മ ഗ രി ഗ രി സ നി രി ഗ ഗ മ പ മ പ ദ ഗ നി നി സ ഗ രി നി സ സ നി നി ദ നി സ നി ദ നി സ നി ദ നി ദ പ ഗ രി സ നി ദ പ ഗ രി സ നി ദ പ നി സ നി ദ പ സ നി ദ പ ദ പ മ പ്രപഞ്ചനാഥനാം പ്രഭാമയ ധ്യാനേന ഭക്തഃ കർമ്മണമർപ്പിതാ ധ്യാനേന ഭക്തഃ കർമ്മണമർപ്പിതാ. കുരിശേ തവ വിധി മാറില്ലമരുന്ന സമറായ സ്നേഹത്തിൽ ഞാനുയരേ പകരും മമ ജീവനാളത്തിൻ ദീപം വിശ്വത്തിൻ ജ്യോതിയായി തീർന്നിടുവാൻ വിശ്വത്തിൻ ജ്യോതിയായി തീർന്നിടുവാൻ. പ്രപഞ്ചനാഥനാം പ്രഭാമയ തവ പ്രഫുല്ല തേജസിൻ കൃപ ചൊരിയൂ. പ്രപഞ്ചനാഥനാം പ്രഭാമയ തവ പ്രഫുല്ല തേജസിൻ കൃപ ചൊരിയൂ. പ്രവാഹ തീർത്ഥങ്ങൾ അർച്ചനയായിടും പ്രഭാത കിരണത്താൽ പുഷ്പാഞ്ജലി പ്രഭാത കിരണത്താൽ പുഷ്പാഞ്ജലി. പ്രപഞ്ചനാഥനാം പ്രഭാമയ ധ്യാനേന ഭക്തഃ കർമ്മണമർപ്പിതാ ധ്യാനേന ഭക്തഃ കർമ്മണമർപ്പിതാ. എന്താ മനുഷ്യ രാവിലെ തന്നെ വന്ന് തൊള്ള തുറന്ന് അലറുന്നേ? പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ. നിങ്ങൾ പത്രം വായിച്ച് ചായയും കുടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? ഇന്ന് ഏതാ ദിവസം വല്ല ഓർമ്മയുണ്ടോ? എന്ത് ചോദ്യമായത്? നിന്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ മറക്കുവോ? അത് ശരി, അപ്പൊ നിങ്ങൾക്ക് അതും അറിയില്ലേ? പിന്നെന്താ ഇന്ന്? എന്റെ മനുഷ്യ, ഇന്ന് അച്ഛൻ വരുന്ന ദിവസാ. വല്ല പിരിവാണോ ഇനി? അതൊന്നും അല്ല, ഇന്ന് വീട് വെഞ്ചരിപ്പാ. ഓ, അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? ഒരു അവധി ദിവസം കിട്ടിയത് ഇങ്ങനെ പോയല്ലോ. ദേവദൂഷണം പറയാതെ മനുഷ്യ. നമ്മളോ പ്രാർത്ഥിക്കുന്നില്ല, നമുക്ക് വേണ്ടി അച്ഛനെങ്കിലും പ്രാർത്ഥിക്കട്ടെ. ആ, എന്തെങ്കിലും ആകട്ടെ. ആ കുരുത്തം കെട്ടവന്മാർ ഒന്നും ഇതുവരെ എണീറ്റില്ലേ? മിക്കവാറും വെഞ്ചരിപ്പും കഴിഞ്ഞ് അച്ഛൻ പോയാലും അവരെഴുന്നേക്കും തോന്നണില്ല. അതെങ്ങനെയാ? രാത്രി 2 മണി 3 മണി വരെ മൊബൈലും തോണ്ടിയിരിപ്പല്ലേ? സമയം 12 മണി ആയതേ ഉള്ളല്ലോ. സാറൊന്ന് നേരത്തെ ആണല്ലോ. വെറുതെ ഇവിടെ തലയും ചൊറിഞ്ഞോട്ട് നിൽക്കാണ്ട് ബാക്കിയുള്ള എന്നെ കൂടെ എണീപ്പിക്കേ. എന്നിട്ട് പോയാൽ മുറിയൊക്കെ വൃത്തിയാക്കിയിട്. എടിയേ, നമ്മുടെ ബൈബിൾ എവിടെയാ? അത് ഉപയോഗിച്ചിട്ട് കുറേയായി, തപ്പിയെടുക്കണം. എല്ലാവരോടുമായിട്ട് പറയാം, വേഗം ബൈബിള് തപ്പിയെടുത്തോ. അച്ഛൻ വരുമ്പോ ഇവിടെ ബൈബിൾ ഇല്ലാന്ന് വന്നാ നാണക്കേടാ. എടി,
നീ ആ അപ്പുറത്തെ ശാന്തമ്മയുടെ വീട്ടിൽ പോയിട്ട് ബൈബിള് വാങ്ങിക്കൊണ്ട് വന്നേ. എന്തിനാ അമ്മ ശാന്തി ആന്റിയുടെ വീട്ടിൽ പോന്നെ? ഞാൻ മേരി ആന്റിക്ക് ഘർ സെ ലേ ആത്തി ഹൂം. കഴിഞ്ഞ ആഴ്ച അവരുടെ പട്ടി നമ്മുടെ പൂച്ച ഓടിച്ചെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയില്ലേ? അന്ന് പുറത്തു പറയാൻ കൊള്ളത്തൊക്കെ ഞാൻ അവളെ വിളിച്ചതാ. മാത്രമല്ല അവളുടെ സ്വഭാവം മോശ. നീ വേഗം പോയിട്ട് ശാന്തമ്മയുടെ അടുത്തുനിന്ന് വാങ്ങിട്ടോ. എവിടം വരെയായി കാര്യങ്ങളൊക്കെ? ആയി വരുന്നു. എന്നാ നടക്കട്ടെ. ആരോ കഥകൾ മുട്ടുന്നു. അച്ഛൻ വന്നു എന്നാ തോന്നുന്നേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ സ്തുതിയായിരിക്കട്ടെ. എന്നാ അച്ഛാ ഇരിക്കാം. ഒരാളെയും കൂടെ കാണാനുണ്ടല്ലോ. അമ്മച്ചി എന്തിയേ? എടി അമ്മു, നീ പോയി വല്യമ്മയെ വിളിച്ചോണ്ട് വാ. സ്തുതിയായിരിക്കട്ടെ. മൈക്കിളെ, കുറച്ചുനാളായല്ലോ പള്ളിയിലേക്കൊക്കെ കണ്ടിട്ട്. ഒന്നും പറയണ്ട അച്ഛാ, ആകപ്പാടെ ജോലി ഇല്ലാതെ കിട്ടുന്ന ഒരു ദിവസം ഞായറാഴ്ച. അന്ന് രാവിലെ പള്ളി പോയ അര ദിവസം പോക്കാ. ഞായറാഴ്ച കുർബാന കടവുള്ളതാണെന്ന് അറിയില്ലേ? അച്ഛ, കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അപ്പുറത്തെ വീട്ടിലെ മേരി ഞങ്ങളുടെ അടുത്തുനിന്ന് 1000 രൂപ കടം വാങ്ങിയിട്ട് ഇതുവരെ അവള് തിരിച്ചു തന്നിട്ടില്ല. എന്നും അവിടെ പോയി തെറി വിളിക്കാൻ എനിക്ക് വയ്യച്ചാ. ആ കടവല്ല, ഞായറാഴ്ച കുർബാന നന്നായി ഒരുങ്ങി പങ്കെടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അച്ഛനാ പറഞ്ഞത് നേരാ. ഈ ഇടവകയില് ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി വരുന്നത് ഞാനാ. എടാ മോനെ, നിന്നെ പള്ളിയിലോട്ടൊക്കെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ലാസ്റ്റ് എന്നാ വെച്ചാ പള്ളി ഫുഡ് ഉണ്ടായിരുന്ന? ഓണത്തിനല്ലേ? എന്നാ ഒന്ന്. ഓണത്തിന് മാത്രം പ്രത്യക്ഷപ്പെടാൻ നീ ആരാടാ? മാവേലി? നിന്റെ കാര്യം എങ്ങനെയാടി? ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ടല്ല അച്ഛാ, ഭയങ്കര തിരക്കാ. രാവിലെ ബാഡ്മിന്റൺ ക്ലാസ്, ട്യൂഷൻ, പിന്നെ വൈകുന്നേരം ഡാൻസ് ക്ലാസ്. ഒട്ടും സമയമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതിനിടയ്ക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് പള്ളിയും കുർബാനയും മാത്രമാണ് അർത്ഥം. അപ്പൊ നീയോ? അച്ഛൻ ഞാൻ പള്ളിയിൽ വരാറുണ്ട്. അച്ഛൻ കാണാത്ത. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച മുതൽ നിന്നെ പള്ളി മുമ്പിൽ കണ്ടോണം. മക്കളെ, ഈ കുർബാനയ്ക്കും സൺഡേ സ്കൂളിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ. ഞാൻ പറഞ്ഞു ഇവർക്ക് ഒരു അനുസരണയില്ല. അതിന് നിങ്ങളെല്ലാം ഞായറാഴ്ചയും വരാറുണ്ടോ? ഇല്ലച്ചാ, സൗകര്യത്ത് വരുമ്പോഴേക്ക് വരാറുണ്ട്. കുടുംബ പ്രാർത്ഥനയെങ്കിലും ഉണ്ടോ? അതങ്ങനെയല്ല അച്ഛാ. വർക്ക് കഴിഞ്ഞു വന്ന് ഇതിനൊന്നും സമയം കിട്ടില്ല. പിള്ളേരുടെ കാര്യമാണെങ്കിൽ ട്യൂഷൻ ഇല്ലാതെ അവരെ എവിടെ എത്തിക്കാനും പറ്റില്ല. അച്ഛാ, ട്യൂഷൻ മാത്രമല്ല, എൻട്രൻസ് കോച്ചിങ് കൂടെ ഉണ്ട്. എന്റെ മക്കളെ, നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഭക്ഷണം മുടങ്ങിയാലും കുളി മുടങ്ങിയാലും ട്യൂഷൻ മുടങ്ങാൻ പാടില്ല. അതാണ് ഇവിടുത്തെ റൂൾ. എന്റെ ദൈവമേ, ഇതിലും നല്ലത് ഉഗാണ്ടയായിരുന്നു. എന്നാ നമുക്കിനി പ്രാർത്ഥിക്കാം. എടാ മോനെ, നീ ആ ബൈബിൾ എടുത്ത് എഫേസൂസ് 5:22 മുതലൊന്ന് വായിച്ചേ. ബൈബിളും വായിക്കും. ഓ, കഷ്ടപ്പെടണ്ട, ഞാൻ തന്നെ പറയാം. മക്കളെ, ഇപ്പോൾ നമ്മൾ കൈത്താക്കാലത്തിലാണല്ലോ. കൈതക്കാലോ? ഇപ്പൊ മഴക്കാലല്ലേ? മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. വേദപാഠത്തിന് വേർപ്പിടാതെ ട്യൂഷന് വിട്ടുകഴിഞ്ഞാൽ അവരിതൊക്കെ എങ്ങനെ അറിയും? കൈത്താകാലം എന്നാൽ വിളവെടുപ്പിന്റെ കാലം എന്നാണ്. നമ്മളിൽ നിന്ന് ദൈവം ഫലം ആവശ്യപ്പെടുന്ന കാലം. എന്നാൽ നമ്മളോ ഇന്ന് ലോകത്തിന്റെ ഫലങ്ങളുടെ പുറകെയാണ്. ഞായറാഴ്ചയും പറ്റുമ്പോഴൊക്കെ നിങ്ങൾ കുർബാന കൂടാൻ പള്ളി വരണം. പിന്നെ കുടുംബ പ്രാർത്ഥനയും മുടക്കരുത്. ഇതൊക്കെ പറ്റുന്ന കാര്യമാണോ അച്ഛാ? ഇതൊക്കെ നമുക്ക് പറ്റണം. ദൈവത്തിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന പേരും പെരുമയും ഒന്നും മരിച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മക്കളെ ദൈവത്തിലേക്ക് നയിക്കേണ്ടതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്.
ഇനി നിങ്ങളെല്ലാം സ്ഥിരമായി പള്ളിയിൽ കണ്ടേക്കണം. ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയച്ചാ, ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി മുതൽ ദൈവത്തിനായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഞായറാഴ്ച കുർബാന ഞങ്ങൾ മുടക്കത്തേയില്ല. കുടുംബ പ്രാർത്ഥനയും മുടക്കില്ല അച്ഛാ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പെൺകൊടിതൻ പേരറിയുമോ? പെൺകൊടിതൻ കാഴ്ചയതോ? സുന്ദരി നാരി. പെൺകൊടിതൻ പേരറിയുമോ? പെൺകൊടിതൻ കാഴ്ചയതോ? സുന്ദരി നാരി. വെളുവെളുത്തൊരു ഉടുപ്പിട്ട് അരയിൽ നീല കെട്ടിട്ട് തളതളങ്ങണ കാപ്പയിട്ട് സ്വർണ്ണവർണ്ണ മകുടമേന്തി സൂര്യശോഭയോടെ അവൾ ചൊല്ലി അമലോയ് ഭവ, ഞാൻ അമലോയ് ഭവ, അമലോയ് ഭവ, ഞാൻ അമലോയ് ഭവ. നരകസർപ്പതലതകർത്ത നാരീമണി നാഗലോകറാണിയായി അമലോയ് ഭവ. നരകസർപ്പതലതകർത്ത നാരീമണി നാഗലോകറാണിയായി അമലോയ് ഭവ. വെളുവെളുത്തൊരു ഉടുപ്പിട്ട് അരയിൽ നീല കെട്ടിട്ട് തളതളങ്ങണ കാപ്പയിട്ട് സ്വർണ്ണവർണ്ണ മകുടമേന്തി സൂര്യശോഭയോടെ അവൾ ചൊല്ലി അമലോയ് ഭവ, ഞാൻ അമലോയ് ഭവ, അമലോയ് ഭവ, ഞാൻ അമലോയ് ഭവ. ഗബ്രിയേൽ സ്തുതി ചൊല്ലിയ വിശ്വാസവില്ലേന്തിയ ഗബ്രിയേൽ സ്തുതി ചൊല്ലിയ വിശ്വാസവില്ലേന്തിയ വെളുവെളുത്തൊരു ഉടുപ്പിട്ട് അരയിൽ നീല കെട്ടിട്ട് തളതളങ്ങണ കാപ്പയിട്ട് സ്വർണ്ണവർണ്ണ മകുടമേന്തി സൂര്യശോഭയോടെ അവൾ ചൊല്ലി അമലോയ് ഭവ, ഞാൻ അമലോയ് ഭവ, അമലോയ് ഭവ, ഞാൻ അമലോയ് ഭവ.
ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. ഭൂമി എല്ലാത്തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. ദൈവം വീണ്ടും അരുളി ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. പക്ഷികൾ ഭൂമിക്കുമീതെ ആകാശവിധാനത്തിൽ പറക്കട്ടെ. ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും, കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ. നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു.
മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിഴലും പടിച്ചെമ്പുമിരുമ്പും മറ്റും പാലവക വീണ്ടും പണികൾ മഹിമയുടരി മകളെല്ലാം ചെയ്യും ഇമ്പമുടരുവിക തിരുമനസാലിൻ ഇയൽ വഴി തീ വിഷമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ തകത 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 തീ തികിട തീ തികിത 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 തീ ആ തകത തീ തികിട തീ ആ തികിത തീ വിഷമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലീ വാർത്തേ ജില്ലാ ജില്ലാ ദും ദും ജില്ലാ 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 ദും ദും ജില്ലാ ജില്ലാ
ഏറ്റവും ഭംഗിയായി തീർക്കുവാൻ സഹായിച്ചതിന് നസ്രായനായ യേശു ക്രിസ്തുവിന് ആദ്യം നന്ദി പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പ്രോഗ്രാമിന് വന്ന എല്ലാ വന്ധ്യവൈദികർക്കും സന്യാസിനികൾക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം ഏറ്റവും വിജയകരമായി തീരുവാൻ സഹായിച്ചത് നമ്മുടെ HOD ആണ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ സണ്ണി കളപ്പുരയ്ക്കൽ അച്ഛനാണ്. നമ്മളിങ്ങനെ എല്ലാ അധ്യാപകരെയും വിളിച്ച് ഒരു മീറ്റിങ്ങിന് അച്ഛൻ ചോദിച്ചു, നമുക്ക് ആനുവൽ ഡേ നടത്തണ്ടേ? അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു നടത്തണോ അച്ഛാ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, നേരെ എല്ലാ അധ്യാപകരെയും പല കാറ്റഗറി ആയിട്ട് തിരിച്ച് ഓരോ പ്രോഗ്രാം ഓരോ അധ്യാപകർക്ക് ആ യൂണിറ്റിന് കൊടുത്തു. അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബീന റോയ് ടീച്ചറാണ് ഈ നമ്മുടെ പ്രത്യാശോത്സവ 2K26 ഇത്രയും ഭംഗിയാക്കി തീർക്കുവാനായിട്ട് സഹായിച്ചത്. അതിന് ബീന ടീച്ചറിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് നിന്ന് നന്ദി പറയുന്നു. അച്ഛൻ ഒരു കണ്ടീഷൻ പറഞ്ഞു, 5 മണിക്ക് തുടങ്ങണം, 8 മണിക്ക് തീർക്കണം. അച്ഛൻ ടൈമിൽ ഭയങ്കര പെർഫെക്റ്റ് ആണ്. കറക്റ്റ് 8 മണി കഴിഞ്ഞ് 1 മിനിറ്റേ ആയിട്ടുള്ളൂ. സോറി അച്ഛാ, 1 മിനിറ്റിന്. അപ്പോൾ അച്ഛന് ഒത്തിരി നന്ദി പറയുന്നു. ഇനി അതുപോലെ നമ്മളെ സഹായിച്ച ഈ പ്രോഗ്രാം എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഈശോയുടെ ഒത്തിരി അനുഗ്രഹം ഉണ്ടായിരുന്നു. ഒരു തടസ്സവും കൂടാതെ നമുക്ക് നടത്താൻ പറ്റി. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും ഈ പ്രോഗ്രാമിൽ ഇവിടെ പ്രോഗ്രാം ചെയ്ത എല്ലാ കുഞ്ഞുമക്കൾക്കും യേശു ഒത്തിരി അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം വിജയപ്രദമായി തീർന്നതിന് ഏറ്റവും സഹായിച്ചത് നമ്മുടെ ടീച്ചേഴ്സാണ്. അതായത് പുറത്തുനിന്ന് നമ്മൾ ഡാൻസ് ടീച്ചേഴ്സിനെ വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് പെർഫോം ചെയ്ത കുട്ടികളെല്ലാം. അത് നമ്മുടെ വിനീത എന്ന് പറയുന്ന ടീച്ചറാണ്. ടീച്ചർ ഇവിടെ ഉണ്ടോ? വിനീത ടീച്ചർ? ഓക്കെ, പോയി. ടീച്ചറിന് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. വിനീത ടീച്ചറിന് നമ്മുടെ പെരുമ്പാവൂർ സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ചിൻ്റെ പേരിൽ ഏറ്റവും ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ നമ്മളെ പിള്ളേർ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ ഷോർട്ട് ടൈമിലാണ് ഇതെല്ലാം ചെയ്തത്. 1 മാസം എടുത്തില്ല, 3 ആഴ്ച കൊണ്ടാണ് ഈ മൈമൊക്കെ പ്രാക്ടീസ് ചെയ്തത്. ഈ മൈം പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് മാർട്ടിൻ സാറാണ്. മാർട്ടിൻ സാർ ഇവിടെ ഉണ്ടോ? ഓക്കെ, മാർട്ടിൻ സാറിന് നമ്മുടെ പിള്ളേരെ പെട്ടെന്ന് തന്നെ ഒരു 3 ദിവസം കൊണ്ട് മാർട്ടിൻ സാറ് പ്രാക്ടീസ് ചെയ്ത് കഴിപ്പിച്ചു. അതിന് മാർട്ടിൻ സാറിന് ഏറ്റവും ഹൃദ്യമായ ഭാഷയിൽ നന്ദി പറയുന്നു. ഇനി നമുക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ടാണ്. ഞാൻ ലൈറ്റ് ആൻഡ് സൗണ്ടിലെ റീചേട്ടൻ എൻ്റെ സുഹൃത്താണ്. റീചേട്ടനോട് പറഞ്ഞു, റീചേട്ടാ നമ്മുടെ പ്രോഗ്രാം ഉണ്ട്, ലൈറ്റും സൗണ്ടും റീചേട്ടനാണ്. ഞാൻ പിന്നെ ഒന്നും നോക്കേണ്ട വന്നിട്ടില്ല. റീചേട്ടൻ ഇന്നലെ തന്നെ വന്ന് ഇതെല്ലാം ഫിക്സ് ചെയ്തു പോയി. എന്ത് കുറവുണ്ടെങ്കിലും നമ്മളോട് വന്ന് പറഞ്ഞ് നമുക്കത് ചെയ്യണ്ടേന്ന് ചോദിച്ച് നമ്മളിൽ ഒരാളായി നമ്മോടൊപ്പം നിന്ന റീചേട്ടനും അനീഷേട്ടനും പെരുമ്പാവൂർ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്തത് നമ്മുടെ മെട്രോ ചാനൽ ന്യൂസിൽ നിന്ന് വന്ന 2 ചേട്ടന്മാരുണ്ട്, ജിജോ സെബാസ്റ്റ്യൻ ആൻഡ് ബിനു ചേട്ടൻ. ഈ 2 പേർക്കും നമ്മുടെ പെരുമ്പാവൂർ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ പെട്ടെന്ന് പറയുമ്പോൾ ഇടയ്ക്ക് മാറിപ്പോണം കേട്ടോ, ക്ഷമിക്കണം കേട്ടോ. അടുത്തത് നമ്മുടെ ശബ്ദ സാങ്കേതികം വളരെ നന്നായിട്ട് നമുക്ക് ഓരോ പ്രോഗ്രാമിനും അവർ ചാർട്ട് ചെയ്തിട്ടിരുന്നു. അച്ഛനത് 2 ദിവസം മുമ്പ് വന്ന് പറഞ്ഞു, അത് ലാപ്ടോപ്പിൽ നിങ്ങളെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യണം, അതിനു വേണ്ടി ഒരാളെ അസൈൻ ചെയ്യണം. അങ്ങനെ ഡോണയും നമ്മുടെ അതുൽ സാറും നമ്മുടെ കൂടെ ഉണ്ട്. അവരാണ് ഓരോ പ്രോഗ്രാമിനും എല്ലാം നമുക്ക് പാട്ടുകളെല്ലാം കറക്റ്റാക്കി തന്ന് ഇട്ടത്. അവർക്കും നമ്മുടെ കുടുംബത്തിലെ അംഗമാണ്. എന്നാൽ പോലും നമ്മുടെ പെരുമ്പാവൂർ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ പേരിൽ നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. ഇനി ആർക്കെങ്കിലും നന്ദി പറയാൻ, നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും കഠിന പ്രയത്നം ചെയ്തു. നമ്മുടെ ലാസ്റ്റ് ഡാൻസ് കളിച്ച ടീച്ചേഴ്സ് ഞങ്ങളെല്ലാവരും ഉള്ളതായിരുന്നു. ഞങ്ങൾക്കെല്ലാം ഓരോ പ്രോഗ്രാമിൽ അധികമായി വന്നത്, കൂടുതൽ നിൽക്കേണ്ട വന്ന കാരണമാണ് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കാതെ പോയത്. അതിന് ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ടീച്ചേഴ്സിനും, ഞങ്ങളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്തത്. ഇതൊരു ടീം വർക്കിൻ്റെ വിജയം കൂടെയാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പെരുമ്പാവൂർ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ പേരിൽ, കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് താങ്ക് യു വെരി മച്ച്. പ്രോഗ്രാം അവസാനിക്കുമ്പോൾ വളരെ പെർഫെക്റ്റായിട്ട് മനോഹരമായിട്ട് ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. മിനിങ്ങാന്നതിൻ്റെ ഫൈനൽ റിഹേഴ്സൽ കണ്ട് അല്പം അപാകതകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തിരുത്തി ഇത്രയും പെർഫെക്റ്റായിട്ട് ഈ പ്രോഗ്രാം ഒരു ക്ലാസിക്കൽ സ്റ്റൈലിൽ പ്രൊഫഷണലായിട്ട് അവതരിപ്പിച്ചതിന് നമുക്കെല്ലാവർക്കും നമ്മുടെ ടീച്ചേഴ്സിന് ഒരു കയ്യടി നന്നായിട്ട് കൊടുക്കാം. അതിന് വളരെ പ്രത്യേകമായിട്ട് 3 പേരാണ് ഇതിന് ലീഡേഴ്സായിട്ട് ഉണ്ടായിരുന്നത്. ഹെഡ് മാസ്റ്റർ ജീൻ സാറ്, നമ്മുടെ കോർഡിനേറ്റർ ടീച്ചർ ബീന റോയ് ടീച്ചർ, പിന്നെ നമ്മുടെ കാറ്റഗിസം യൂണിറ്റിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട സിസ്റ്റർ ടെസ്ലിൻ. ഇവർ 3 പേരും കൂടിയാണ്
ഇതിൻ്റെ ലീഡർഷിപ്പ് കൊടുത്ത് ഞാനതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചെന്ന് ചുക്കാൻ പിടിച്ച് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. 3 ആഴ്ച ഇവർ 3 പേരും കൂടി ടീച്ചേഴ്സിനെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കുട്ടികളെ കൂട്ടിയോജിപ്പിച്ചാണ് ഇത്രയും മനോഹരമായിട്ട് ഈ സ്റ്റേജിൽ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചത്. അവർക്ക് വളരെ പ്രത്യേകമായിട്ട് ജീൻ സാറ് ഒരു 2-3 കിലോ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഓടി അതുപോലെ ബീന ടീച്ചറും ടെസ്റ്റിംഗ് സിസ്റ്ററും ഒരു കുറേ ഓടിയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പേരിൽ അവർക്ക് ഹൃദ്യമായ നന്ദി പറയുന്നു. ഇതിന് ഞങ്ങൾക്കൊരു പ്രതിഫലവുമില്ല, തരാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ കുട്ടികളെ പറഞ്ഞുവിട്ട മാതാപിതാക്കൾ പ്രത്യേകിട്ട് അവർക്ക് നന്ദി പറയുന്നു. കുട്ടികൾ ഇവിടെ വന്ന് ഇതിൽ പ്രാക്ടീസ് ചെയ്യാൻ കാണിച്ച നല്ല മനസ്സ് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി പറയുകയാണ്. ജീൻ സാർ എല്ലാവർക്കും നന്ദി പറഞ്ഞു കഴിഞ്ഞു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പാപ്പാ മംഗളം പാടി പ്രാർത്ഥിച്ച് പിരിയാം. Somebody